friends, welcome back to The Crafty Bee. This is part 2 of sharing beginner lessons and tips that I have learned as a beginner. പാർട്ട് 1 നമ്മൾ 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. So today let's check how to do the other stitches in crochet, which includes single crochet, half double crochet, double crochet and triple crochet. So let's begin. ക്രോഷ്യയുടെ ഏതൊരു പ്രൊജക്റ്റ് ചെയ്യാനും സ്ലിപ്പ് നോട്ട് ഓർ മാജിക് സർക്കിൾ ഇട്ട ശേഷം പെർട്ടിക്കുലർ നമ്പർ ഓഫ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യ ആയാലും ബാക്കിയുള്ള ക്രോഷ്യേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സ്ലിപ്പ് നോട്ട് ഇട്ട് ഒരു 10 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹുക്കിൽ നിന്നുള്ള ഫസ്റ്റ് ചെയിൻ അവോയ്ഡ് ചെയ്ത് സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് കടത്തിയെടുത്ത് യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. ഇനി ഹുക്കിലുള്ള 2 യാണിലേക്കും ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുത്താൽ സിംഗിൾ ക്രോഷ്യയായി. ഇനി തൊട്ടടുത്തുള്ള എല്ലാ ചെയിൻസിലും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ സിംഗിൾ ക്രോഷ്യ നമുക്ക് ചെയ്തെടുക്കാം. നൗ ലെറ്റ്സ് ചെക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ. എല്ലാ ക്രോഷ്യ സ്റ്റിച്ചസിലും കോമൺ ആയിട്ട് ചെയ്യാറുള്ള സ്ലിപ്പ് നോട്ട് പ്ലസ് പെർട്ടിക്കുലർ നമ്പർ ഓഫ് ചെയിൻ സ്റ്റിച്ച് ഇടുക. പെർട്ടിക്കുലർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചെയിൻ സ്റ്റിച്ചസ് ഡിഫറെൻ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് പ്രൊജക്ട്സിൽ. അതായത് ഓരോ ഡിഫറെൻറ്റ് ക്രോഷ്യ പ്രൊജക്ട്സിലും നമ്മളിടുന്ന ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ നമ്പർ വാരി ചെയ്യും. ഞാനിവിടെ ബേസിക് ആയിട്ടൊരു 10 ചെയിൻ സ്റ്റിച്ച് ഇട്ട ശേഷം ഹുക്കിൽ നിന്നുള്ള ഫസ്റ്റ് ചെയിൻ അവോയ്ഡ് ചെയ്ത് ഹുക്കിനെ ഒന്ന് യാൺ ഓവർ ചെയ്ത ശേഷം സെക്കൻഡ് ചെയിനിലൂടെ പുറത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 യാൺസ് ആണുള്ളത്. ഇനി ഒന്നുകൂടെ ഹുക്കിനെ യാൺ ഓവർ ചെയ്ത് ഈ 3ലൂടെയും പുൾ ത്രൂ ചെയ്തെടുക്കുക. ദിസ് ഈസ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ബാക്കിയുള്ള 9 ചെയിനിലേക്കും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ക്രോഷ്യ ചെയ്യാനായി സ്ലിപ്പ് നോട്ട് പ്ലസ് 10 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട ശേഷം ഹുക്കിനെ ഒരു വട്ടം യാൺ ഓവർ ചെയ്ത് നോർമലി ചെയ്യാറുള്ള പോലെ ഫസ്റ്റ് ചെയിൻ അവോയ്ഡ് ചെയ്ത് സെക്കൻഡ് ചെയിനിലൂടെ പുറത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലെയേഴ്സ് ഓഫ് യാൺ ഉണ്ട്. ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ നിന്നും വ്യത്യസ്തമായി ഹുക്കിനെ ഒന്ന് യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തെടുത്ത ശേഷം ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ബാക്കി 2 ലൂപ്പിലൂടെയും പുറത്തെടുക്കുക. ദിസ് ഈസ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ നിന്ന് ഡബിൾ ക്രോഷ്യനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. നമ്മളൊന്ന് യാൺ ഓവർ ചെയ്ത ശേഷം 3 ലൂപ്പിലൂടെയും ഒരുമിച്ച് പുറത്തെടുക്കാതെ ഫസ്റ്റ് 2 ലൂപ്പിലൂടെയും പുറത്തെടുത്ത് അതിനുശേഷം ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ബാക്കി 2ലൂടെയും പുറത്തെടുക്കും. ഇതാ ഇങ്ങനെയായിരിക്കും ബാക്കിയുള്ള എല്ലാ ചെയിൻസിലും ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. നമ്മൾ കൗണ്ട് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് 10 ഡബിൾ ക്രോഷ്യ തന്നെ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സ്റ്റോപ്പ് ചെയ്യാൻ ഏതൊരു വർക്കും സ്റ്റോപ്പ് ചെയ്യാൻ ഒന്ന് യാൺ ഓവർ ചെയ്ത് ഉള്ളിലേക്കെടുത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിനെ സെക്യൂറായിട്ട് ലോക്ക് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ക്ലിയർ ആയില്ലേ? ഇനി ട്രിപ്പിൾ ക്രോഷ്യ. ട്രിപ്പിൾ ക്രോഷ്യയിൽ നമ്മൾ യാണിനെ 2 വട്ടം യാൺ ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഹുക്കിൽ 3 ലെയേഴ്സ് ഓഫ് യാൺ കിട്ടും. ഇനി ഫസ്റ്റ് ചെയിൻ അവോയ്ഡ് ചെയ്ത് സെക്കൻഡിലൂടെ പുറത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 4 ലെയേഴ്സ് ഓഫ് യാൺ കാണാം. ഇനി ഹുക്കിനെ ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2ലൂടെയും അതിനുശേഷം ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്പിലൂടെയും അവസാനമായി ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്സിലൂടെയും പുറത്തെടുത്താൽ ട്രിപ്പിൾ ക്രോഷ്യ ഈസ് റെഡി. നമുക്ക് ഒന്നുകൂടി നോക്കാം. 2 വട്ടം ഹുക്കിനെ യാൺ ഓവർ ചെയ്ത് ടോട്ടൽ 3 നമ്പർ ഓഫ് ലെയേഴ്സ് നമ്മുടെ ഹുക്കിൽ കാണാം. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇപ്പോൾ ടോട്ടൽ 4 ലെയേഴ്സായി. ഇനി ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പിലും അതിനുശേഷം ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിലും ലാസ്റ്റ് ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്സിലൂടെയും പുറത്തെടുക്കുക. ദിസ് ഈസ് ട്രിപ്പിൾ ക്രോഷ്യ. ഏതൊരു സ്റ്റിച്ചസിനെയും അൺടൈ ചെയ്തെടുക്കാൻ ആ ഒരു വർക്കിംഗ് യാൺ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്രോഷ്യ സ്റ്റിച്ചസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാൻ മടിക്കണ്ട. ഇതുപോലുള്ള ക്രാഫ്റ്റ്സും ക്രിയേറ്റീവ് വർക്ക്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ അയച്ചു കൊടുത്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ ബൈ.